രവിശങ്കർ ശർമ്മ എന്ന യുവാവ് ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് വണ്ടി കയറിയത് ഒരു പാട്ടുകാരനാകാൻ വേണ്ടിയായിരുന്നു. ജീവിതം തള്ളി നീക്കിയതോ തെരുവുകളിലും. റെയിൽവേ സ്റ്റേഷനുകളിലായി അന്തിയുറക്കം. തുടർച്ചയായ പരിശ്രമങ്ങൾക്കൊടുവിൽ സിനിമകളിൽ കോറസ് പാടാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഒടുവിൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം കടന്ന് രവിശങ്കർ ശർമ്മ രവി എന്ന പേരിൽ ബോളിവുഡിലെ 1-ാം നമ്പർ സംഗീത സംവിധായകനായി. ബോംബെ രവി. അത് മറ്റാരുമല്ല, മലയാളികൾക്ക് ഇപ്പോൾ ഏറെ സുപരിചിതനായ ബോംബെ രവിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം സംഗീതം ചെയ്ത എല്ലാ മലയാള പാട്ടുകളും സൂപ്പർ ഹിറ്റായി. ഇന്ന് ബോംബെ രവിയുടെ 12-ാം ചരമവാർഷിക ദിനമാണ്. അഭിനിവേശത്തെ നമ്മൾ ആത്മാർത്ഥമായി പിന്തുടർന്നാൽ വിജയ ഉറപ്പ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബോംബെ രവി. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ് നമ്മോട് പറയുന്നത്. ആരുടെയും കീഴിൽ സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കാതെ അച്ഛൻ്റെ ഭജനുകൾ കേട്ടാണ് ബോംബെ രവി വളർന്നത്. സംഗീതത്തോടുള്ള താല്പര്യത്തെ പിന്തുടരാൻ ഇലക്ട്രീഷ്യൻ്റെ പണി ഉപേക്ഷിച്ച് യാതൊരു ഉറപ്പുകളുമില്ലാതെ ബോംബെയിലെ ആൾക്കൂട്ടത്തിലേക്ക് അദ്ദേഹം വണ്ടി കയറി. എന്തായാലും ബോംബെ രവിയുടെ ഈ അഭിനിവേശം, ഈ ആത്മാർത്ഥത തീർച്ചയായിട്ടും നമുക്ക് മാതൃകയാണ്. നമുക്കൊരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിന് ഉദാഹരണം. ആ നല്ലൊരു ചിന്തയോടെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ലക്ഷ്യം, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കഠിനമായി യത്നിക്കുക. വീണ്ടും ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സാധനമാകരുത്, അത് നിങ്ങളെ ഉറക്കാതാക്കുന്നതായിരിക്കണം സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കഠിനമായി യത്നിക്കുക. നിങ്ങളൊരു സ്ഥലത്തെത്തും.